ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ യാത്ര പൊന്മുടിയിലോട്ടാണ് കേട്ടോ. അച്ചു പുതിയ ബൈക്ക് എടുത്തായിരുന്നു. അങ്ങനെ പൊന്മുടിയിലോട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ എണ്ണയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോവുകയും ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് സിപ്പ് ലൈനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴെങ്ങാണ്ട തുടങ്ങിയാണെന്ന് തോന്നുന്നു, നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം പോയി ടിക്കറ്റ് എടുത്തായിരുന്നു. രണ്ടുപേർക്കും ബൈക്കിനും കൂടെ 100 രൂപ ആയിരുന്നു കേട്ടോ. അങ്ങനെ ടിക്കറ്റും എടുത്ത് കുറച്ച് മുകളിലോട്ട് ചെന്നപ്പോൾ കുറച്ച് കുരങ്ങൻ കുഞ്ഞുങ്ങൾ റോട്ട് ചെന്നിട്ട് നല്ല വതുപ്പ് കാണിക്കുന്നു. അങ്ങനെ അവന്മാരെ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും മുകളിലോട്ട് എത്തിയപ്പോഴേ കുറച്ച് പിരുകുകാർ റോട്ടിരിക്കുന്നു. അങ്ങനെ അവരെയും വെട്ടിച്ച് നമ്മൾ കുറച്ച് മണ്ടയിലെത്തിയപ്പം വണ്ടി നന്നായിട്ടൊന്ന് ചൂടായിരുന്നു. പിന്നെ വണ്ടി ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ വണ്ടി നന്നായിട്ടൊന്ന് തണുത്തായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടി എടുത്ത് മുകളിലോട്ട് പോകണ വഴിക്ക് ഒരു കടയിൽ കയറിയിട്ട് രണ്ട് വാഴയ്ക്കപ്പം തിന്നു. വാഴയ്ക്കപ്പം നിന്നിട്ട് ചെക്ക് പോസ്റ്റിന്റെ അവിടെ ടിക്കറ്റും കാണിച്ച് നമ്മൾ നേരെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോൾ വന്നാലും ഈ വരയാടുകൾ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരെയും കണ്ടിട്ട് നമ്മൾ പാറയുടെ മണ്ടലോട്ട് ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ പാറയുടെ മണ്ടെത്തിയപ്പോൾ രണ്ട് മാമാര് നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയൊക്കെ ഇങ്ങനെ കിടക്കണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ താഴെ കുഴിയിലോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ചൊന്ന് ഇരുന്നായിരുന്നു കേട്ടോ. വെയിലും തണുപ്പും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേകതര അനുഭവമായിരുന്നു. പിന്നെ ഞങ്ങൾ മഞ്ഞ് പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷെ മഞ്ഞൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ നട്ടുച്ചയ്ക്കാണ്, 2 മണിയാണ് ടൈം. അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ചില സമയങ്ങളിൽ 2 മണിക്കൊക്കെ ഇവിടെ നല്ല മഞ്ഞൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആ സ്പോട്ടിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് താഴോട്ടുള്ള കാഴ്ച നല്ല രസമാണ്. ഇവിടേക്ക് കുഞ്ഞ് അരുവികളെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോലീസിന്റെ വയർലെസ് സ്റ്റേഷന്റെ അവിടേക്ക് ഒന്ന് കയറി പോയിട്ട് പിന്നെ ഓൾഡ് ടവറിന്റെ അങ്ങോട്ട് കയറി പോവുകയാണ് കേട്ടോ. ഈ ടവർ ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. ഇപ്പോൾ ആർക്കും ഇതിന്റെ മണ്ടയിലൊന്നും കയറാൻ പറ്റില്ല. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ KSRTCയുടെ ഉല്ലാസയാത്ര ബസ് കിടക്കുന്നുണ്ട്. പിന്നെ ഈ കഫേയിൽ വന്നിട്ട് ഒരു വെള്ളം വാങ്ങിക്കാന്നും പറഞ്ഞു വന്നു, പക്ഷെ എന്തിനാ ഗൂഗിൾ പേ വർക്കാവില്ല. വോഡഫോണാണ് സിം. പിന്നെ അവിടെ നേരെ വണ്ടി എടുത്ത് നേരെ താഴോട്ട് വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ. ഇതൊക്കെയാണ് നമ്മളെ പൊന്മുടി ട്രിപ്പിന്റെ വിശേഷങ്ങൾ.